മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പ്രഭാതപെരുന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവവചനത്താൽ നിറയപ്പെടുവാനുമായിട്ട് തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷം. ഒരിക്കൽ കൂടി ഒരു പുതിയ പ്രഭാതം കാണുവാൻ, ഒരു പുതുശ്വാസത്താൽ നിറയപ്പെടുവാൻ, ഒരു പുതിയ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കുവാനായിട്ട് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന കൃപയുടെ നിമിഷം. എത്രമാത്രം ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതി വരില്ല. ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തിന് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് നന്ദി പറയാം. ഈ ഒരു പുതിയ പ്രഭാതത്തെ ഓർത്ത്, ഈ ഒരു പുത്തൻ അനുഗ്രഹത്തെ ഓർത്ത്, ഈ ഒരു പുത്തൻ അഭിഷേകത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രഭാതവിരുന്ന് ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒന്നു ചേർന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ നിമിഷം ദൈവസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ദൈവസന്നിധിയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവത്തിൻ്റെ വചനം അത് ജീവദായകമാണ്. ജീവദായകമായ വചനം സ്വീകരിക്കുവാനായി നമ്മുടെ ജീവനുള്ള ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 13 മുതൽ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ വചനം വളരെ ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. ഉപ്പിന് ഉറ കെട്ടുപോയാൽ അതിൻ്റെ ഉറ കൂട്ടുവാനായിട്ട് സാധിക്കുകയില്ല.
വിളക്ക് അണഞ്ഞു പോയാൽ വീണ്ടും അത് കത്തിക്കേണ്ടതായിരിക്കുന്നു. ഉപ്പിൻ്റെ ഉറ നഷ്ടപ്പെടാതെയും വിളക്കിൻ്റെ തീ കെട്ടുപോകാതെയും നോക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തപൂർണമായ ജീവിതമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും തമ്പുരാൻ വർഷിച്ചിരിക്കുന്ന അനേകം നന്മകളുണ്ട്. ആ നന്മകളിൽ ജീവിക്കുവാനായിട്ട്, ആ നന്മകളെ ഉയർത്തിപ്പിടിക്കുവാനും, ആ നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനും, യേശുവിനെ പോലെ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാൻ, ജീവിച്ചു പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നത് അതുതന്നെയാണ്. നന്മ പ്രവർത്തിക്കുന്നതിൽ തടസ്സം നേരിടുകയും നന്മ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വഴികൾ തടസ്സപ്പെടുത്തുകയും ബന്ധിക്കപ്പെട്ടിരിക്കുകയുമായിരുന്ന അവസ്ഥകളിൽ കഴിയുന്ന മനുഷ്യൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു നീർച്ചാല് ഒഴുകിയിറങ്ങുകയാണ്. ആ നീർച്ചാലിൻ്റെ ജലത്തിൻ്റെ സ്രോതസ് അടച്ചു കളഞ്ഞാൽ പിന്നീട് ആ നീർച്ചാല് അവിടെ ഉണ്ടാകുമോ? അതുപോലെയാണ് പലപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നന്മയെ അടച്ചു കളയുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ചില വ്യക്തികളെയൊക്കെ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു. നന്മ പ്രവർത്തിക്കാനായിട്ട് തടസ്സം നിൽക്കുന്നവരും നന്മ പ്രവർത്തിക്കുന്നതിന് വിഘ്നമായിട്ട് നിൽക്കുന്നതുമായ ജീവിത അവസ്ഥകൾ. പ്രിയമുള്ള ദൈവജനമേ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുക. നന്മ ചെയ്യാനായിട്ട് ദൈവം ഒരവസരം തരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് വിനിയോഗിച്ച് നന്മ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അവിടെ പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. അല്ലെങ്കിൽ മറ്റൊരാൾ നന്മ ചെയ്യുന്നതിനെ ഒരിക്കലും തടയരുത്. ഞാൻ പറയും അത് വലിയൊരു തിന്മയാണെന്ന് ഞാൻ പറയും. മറ്റൊരാൾ നന്മ ചെയ്യാണ്ട് ഒരുങ്ങുമ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ ആ നന്മയുടെ പാതയിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്ന അവസ്ഥകൾ ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും ചില വ്യക്തികളുണ്ട്, സാധുക്കളായിട്ടുള്ളവരെ സഹായിക്കത്തില്ല. അവർ ചിലപ്പോൾ പറയും ആരോഗ്യമില്ലേ, അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ. അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുവാനായിട്ട് സഭാ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളുമില്ലേ, അവർ ചെയ്യട്ടെ, ഞാൻ എന്തിന് ചെയ്യുന്നു? അവിടെയാ പ്രിയമുള്ളവരെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കേണ്ടത്. ദൈവം നിന്നിലൂടെ നന്മ പ്രവർത്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ദൈവം ആ നന്മ നിന്നിലൂടെ പുറപ്പെടണമെന്ന് ദൈവം അനാദിയിലെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ആ നന്മ ചെയ്യാനായിട്ട് നീ നിന്റെ ജീവിതത്തിൽ മടി കാണിക്കുന്നു? ഉറ കെട്ടുപോയ ഉപ്പായിട്ട് ജീവിതത്തിൽ തീരുന്ന അവസ്ഥ. നിന്നിലുള്ള നന്മയെ നീ നശിപ്പിച്ച് മനുഷ്യരാൽ ചവിട്ടപ്പെടാനോ വളത്തിനോ ഉപകരിക്കാത്ത അവസ്ഥയിൽ ജീവിതങ്ങളെ നശിപ്പിച്ച് കളയുന്ന അവസ്ഥകളിലേക്ക് എന്തിന് മനുഷ്യ ജീവിതത്തെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്നു? യോനായുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. യോനായുടെ ജീവിതത്തിലൂടെ നിനവയുടെ ജനത്തോട് മാനസാന്തരത്തിന് സന്ദേശം കൊടുക്കുവാനായിട്ട് ദൈവം തിരുമനസ്സായി. യോന എന്ത് ചെയ്തു? അവൻ താർഷിസിലേക്ക് കപ്പൽ കയറി. താർഷിസിലേക്ക് അവൻ കപ്പൽ കയറിയപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അവന്റെ മാത്രം നാശമല്ല കാണുന്നത്, മറിച്ച് ആ കപ്പലിൻ്റെയും കപ്പലിലുള്ള സകലരുടെയും തകർച്ച വരുമെന്ന് തോന്നിയപ്പോൾ അവർ നറക്കിടുകയും യോനായെ എടുത്ത് അവർ കടലിലേക്ക് എറിയുകയും ചെയ്തപ്പോൾ കടല് ശാന്തമായി, കപ്പല് ശാന്തമായിട്ട് നിന്നു. പലപ്പോഴും ജീവിതയാത്രയിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ നന്മ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ ജീവിതം തന്നിരിക്കുന്ന അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ കോളിളക്കങ്ങളും കലഹങ്ങളും അസ്വസ്ഥതകളും സംഭവിക്കുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നന്മ ഒഴുകി ഇറങ്ങാത്തത് കൊണ്ടാണോ ആ കുടുംബത്തിന് സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തത്? ഒന്ന് പരിശോധിക്കാനായിട്ട് ജീവിതത്തിൽ നമ്മൾ തയ്യാറാകണം. സഖറിയായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാം വാക്യം നമ്മൾ കാണുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക്
മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം പൊത്തി നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 27-ാം വാക്യം പറയുകയാണ്: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവം എന്നിൽ നിന്ന് പുറപ്പെടാനായിട്ട്, ദൈവം എന്നിൽ നിന്ന് കൃപയൊഴുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ ആ ദൈവസന്നിധിയോട് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെയാണ് ഇന്നേ ദിവസം ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ഇവിടെയാണ് ഇന്നേ ദിവസം ഒരു നന്മയുടെ അനുഭവത്താൽ നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം പരിചയപ്പെടുവാനായിട്ട് ഇടയായി. സമ്പന്നതയിൽ ജീവിക്കുന്ന കുടുംബം, എല്ലാവിധ സൗഭാഗ്യങ്ങളിൽ ജീവിക്കുന്ന കുടുംബം. വലിയ പ്രശ്നങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. മക്കളൊക്കെ നല്ല രീതിയിൽ വളർന്നു, നല്ല പഠനം, നല്ല ജോലി, ഇതൊക്കെ നേടി. പക്ഷേ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് തടസ്സം നേരിടുന്ന അവസ്ഥ. ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് തടസ്സം നേരിടുകയാണ്. അവരുമായിട്ട് സംസാരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും ഒരു സഹായവും ചെയ്യില്ല. ഒരു വ്യക്തിക്കും ഒരു സഹായവും അവർ ചെയ്യില്ല. അവർ പറയുന്ന ഒരു പോളിസി എന്ന് പറയുന്ന ഇതാണ്: ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കും. ഓരോരുത്തരും അധ്വാനിച്ചു കൊള്ളണം, അവർ അതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചോളണം. അധ്വാനിച്ചാൽ ജീവിക്കാനുള്ള സകലതും എല്ലാവർക്കും ഈ ലോകത്ത് ഉണ്ട്. ഇതാണ് അവരുടെ പോളിസി. ഏതായാലും ഈ മനുഷ്യരുമായിട്ട് കുറേ നേരം സംസാരിച്ചു. ഈ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവം ചിലർക്ക് അധ്വാനിക്കാനായിട്ട് കൃപ നൽകും. ദൈവം ചിലർക്ക് അധ്വാനിക്കാനായിട്ട് കൃപ കൊടുക്കും. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. ഞാൻ ആ ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ അധ്വാനിക്കുന്നു, അധ്വാനത്തിന് ദൈവം സമർത്ഥമായിട്ട് ഫലം തരുന്നു. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒന്നുപോലെ മഴ പെയ്യ്ക്കുന്നത് ദൈവമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ കുറച്ചൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് നിങ്ങൾ ജീവിതത്തിൽ തയ്യാറായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവകൃപ ഒഴുകി വരികയും നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിലേക്കൊക്കെ ഒരു അനുഗ്രഹം സംഭവിക്കുകയും ചെയ്യും. ഒത്തിരി വിഷമിച്ചിരിക്കുക മക്കളൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാത്തതിൻ്റെ പേരിൽ ഒത്തിരി വിഷമത്തോടു കൂടി ഇരുന്ന ജീവിത പങ്കാളികളാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, ജീവിതത്തിൽ അത് സംഭവിക്കും. ഏതായാലും പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് അവർ വികാരീശ്വരനെ സമീപിക്കുകയും സാധുക്കളായ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ അല്പസ്വല്പം ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വ്യക്തികൾ കടന്നു വരികയും അവർ ജീവിതാന്തസ്സിലേക്ക്, വിവാഹമെന്ന കുദാശയിലൂടെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാനൊക്കെയായിട്ട് സാധ്യമാവുകയാണ്. പ്രിയമുള്ളവരെ, നന്മ ചെയ്യുന്ന വഴികളിലെ കെട്ടുകൾ അഴിക്കാനായിട്ട്, നന്മ ചെയ്യുന്ന വഴിയിലെ തടസ്സങ്ങൾ നീക്കാനായിട്ട് നമ്മൾ ജീവിതത്തിൽ തയ്യാറായി കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ കൃപ നന്മയായിട്ട് ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങും. ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ചില മനുഷ്യരുണ്ട്, നന്മ ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുന്ന സകല അവസരങ്ങളെയും പാഴാക്കി കളയുന്നവര്, നന്മ ചെയ്യുന്നതിൽ വെറുപ്പുള്ളവര്, കഠിന ഹൃദയരായിരിക്കുന്നവര്,
പ്രിയമുള്ളവരെ, ഈ മേഖലകളിലൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകണം. കാരണം നന്മ ചെയ്യുന്നിടത്തെ ദൈവാനുഗ്രഹം സംഭവിക്കത്തുള്ളൂ. നന്മ ആഗ്രഹിക്കുകയും നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവം വസിക്കുകയും ദൈവാനുഗ്രഹം അവിടെ സമർത്ഥമായിട്ട് ഒഴുകുകയും ചെയ്യുന്നത്. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്കും പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയോട് ഇന്നേ ദിവസത്തെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ. അനുനിമിഷം നന്മ ചെയ്യുവാനായിട്ട്, നന്മയുടെ പക്ഷം ചേരാനായിട്ട് കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശ്വസേ പിതാവേ, ഞങ്ങൾക്ക് സംരക്ഷകനായി നിൽക്കണമേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, വേദസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും മാധ്യസ്ഥം തേടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം ഞങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന കാവൽ മാലാഖയെ നിന്റെ വലിയ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തു പരിപാലിക്കണമേ. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ. നിറമേതും പോയി ഞാൻ നിത്യത തേടി
ദുഃഖിതാശ്വാസതീരമായി തീർന്നിടുമീ കൂദാശയിൽ നീ ചേർക്കണേ നിന്ദയാവായ്പിലെന്നെ. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും. പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും ബരവും. പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും ബരവും. സോദരരോടും നിന്നോടുമെന്നുമേ ചൊല്ലുന്നൊരു വേള ഇത് വീടണയുന്നൊരു സുഖമാണിത്. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിലേക്ക്, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്ക്, വൈദികരിൽ നിന്ന് സന്യസ്തരിലേക്കും അൽമായരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ച് ഈ നിമിഷം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് കുമ്പിടാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വപിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറച്ചൻ്റെയും വിശുദ്ധ എപ്രേസ്യാമ്മയുടെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരുന്ന കാവൽമാലാകരുടെ സംരക്ഷണം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുള്ള പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വളരെ പ്രത്യേകമായിട്ട് മരിയൻ കൂടാരത്തിലിരുന്ന് രാവും പകലും അനേകർ പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇവരെ കൂടി ഓർക്കുക. സാധിക്കുന്നവരെല്ലാവരും ഒരു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുമല്ലോ. അതോടൊപ്പം തന്നെ ഗുഡ്നസ് ചാനലിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. അതോടൊപ്പം തന്നെ ലോകമെമ്പാടും വചന ശുശ്രൂഷയിൽ, മാധ്യമ ശുശ്രൂഷയിൽ ആയിരിക്കുന്നവരെ നമുക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലേക്കും ഒഴുകുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം.
വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ സമർപ്പിച്ച നിയോഗം എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.